Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ സെൻട്രലായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരച്ചിരിക്കുന്നത്. സെൻട്രലായിട്ട് 3 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ഫ്ലവേഴ്സിൽ നിന്നും 2 സ്റ്റെം ലെഫ്റ്റും റൈറ്റും പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ 3 ഫ്ലവേഴ്സും നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ, 2.5 മീറ്റർ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. അപ്പോൾ അതിന് മുമ്പ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ ഉണ്ട്, ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സിൽക്ക് ത്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലെ സിൽക്ക് ത്രെഡ്, നല്ല ഡാർക്ക് റെഡ് കളറിലെ സിൽക്ക് ത്രെഡ്, പിന്നെ നമുക്ക് നോർമൽ ത്രെഡും കൂടെ വേണം. അപ്പോൾ ഈ 2 ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ചെറിയ കട്ട് ബീഡ്സ് വേണേ, ഗോൾഡൻ കളറിലെ ചെറിയ കട്ട് ബീഡ്സ്. അതുപോലെ നമുക്ക് നല്ല വൈറ്റ് കളറിലെ ചെറിയ പേള് വേണം. ഇതാ കണ്ടോ, വൈറ്റ് കളറിലെ ഈ ഒരു ചെറിയ പേളും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ മെറ്റീരിയലിലേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതുപോലെ ചെയിൻ കൊടുത്തിട്ട് അടുത്ത ചെയിൻ കൊടുക്കുന്നത്, ഫസ്റ്റ് ചെയിൻ ചെയ്തതിൻ്റെ സെൻട്രൽ കൂടി വേണം അടുത്ത ചെയിൻ. അങ്ങനെയാണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോകുന്നത് കേട്ടോ. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ലീഫ് വരച്ച് കൊടുത്തതിൻ്റെ സെൻറ്ററിൽ കൂടി വേണം ത്രെഡ് എടുക്കാനായിട്ട്. എന്നിട്ട് നീളത്തിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക് ത്രെഡ് വലിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിന് പറയേണ്ട പേരാണ് ലോങ് ഫ്രഞ്ച് നോട്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് നോട്ട് ഇട്ടതിന് തൊട്ട് താഴെയായിട്ട് വേണം അടുത്ത ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലീഫ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട്, ലീഫ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ലീഫും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കിനി റോസ് ചെയ്ത് കൊടുക്കാം. ബുള്ളിയൻ റോസാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 10 സിൽക്ക് ത്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഒരു 5 പ്രാവശ്യം നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം നീഡിലേക്ക് ത്രെഡ് കേട്ടോ. എന്നിട്ട് വേണം ആദ്യത്തെ നോട്ടിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് മുകളിൽ, ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ബുള്ളിയൻ റോസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ ഒരു 10 പ്രാവശ്യമായിട്ടൊന്ന് നീഡിലേക്ക് ത്രെഡ് ചുറ്റിയെടുത്താൽ മതി. കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ബുള്ളിയൻ റോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവെടുത്തിട്ട് വേണം നീഡിലേക്ക് ത്രെഡ് ചുറ്റാനായിട്ട്.
അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ 3 ഫ്ലവേഴ്സായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വരച്ചതും കാണിച്ചിട്ടുണ്ടല്ലോ ആദ്യം. അപ്പോൾ സെൻറ്ററിൽ വരുമ്പോൾ 3 വലിയ ഫ്ലവേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 3 ഫ്ലവേഴ്സ് വരുന്നത് കുറച്ച് വലുപ്പത്തിൽ വേണം ബുള്ളിയൻ റോസ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമുക്ക് ചെറിയ ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഓരോ ബുള്ളിയൻ റോസിൻ്റെയും പെറ്റൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പെറ്റലിൻ്റെ സെൻറ്ററിൽ കൂടി വേണം അടുത്ത പെറ്റൽ എടുക്കാനായിട്ട്. ലാസ്റ്റ് പെറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പെറ്റിലിൻ്റെ സെൻറ്ററിൽ കൂടി വേണം അടുത്തത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇനി വലുപ്പത്തിൽ വേണമെങ്കിൽ അടുത്തടുത്ത പെറ്റിലിൻ്റെ സെൻറ്ററിൽ കൂടി ചെയ്ത് വലുപ്പത്തിലുള്ള ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബുള്ളിയൻ റോസ് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ഒരു ഭാഗം പൊങ്ങി നിൽപ്പുണ്ടല്ലോ, ആ ഒരു ഭാഗം ഉള്ളിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ത്രെഡ് നീഡിലേക്ക് ചുറ്റിയിട്ട് ഒന്ന് താഴേക്ക് വലിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫ്ലവർ കഴിഞ്ഞ് നമുക്ക് ബാക്കി ഫ്ലവേഴ്സും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ചുറ്റിലുമായിട്ട് ചെറിയ പേളില്ലേ, വൈറ്റ് കളറിലെ പേള്, അതൊന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് പേള് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴായാലും 2-3 പ്രാവശ്യം കെട്ടിയിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സെൻറ്ററിലായിട്ടും ആ ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ടൊന്ന് ഈ ഒരു ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗി കിട്ടും നമുക്ക്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. തുടക്കക്കാർക്കും ഒക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ഒരു എലഗൻ ലുക്ക് തരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലീഫിൻ്റെ മുകളിലായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഒരു 5 കട്ട് ബീഡ്സ് എടുക്കുക. 5 കട്ട് ബീഡ്സ് മതിയാവും. 5 കട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് നമുക്ക് ലീഫിൻ്റെ മുകളിലായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. എല്ലാ ലീഫിൻ്റെയും കൊടുത്തേക്കണം കേട്ടോ, എന്നാലും നമുക്കൊരു പ്രത്യേക ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സെൻട്രലായിട്ട് നമ്മൾ 3 വലിയ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ചുറ്റിനുമായിട്ട് കുറേ ചെറിയ പേൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.